പേടിയായിരുന്നു. സഭാകമ്പം എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ട് സഭാകമ്പം. പക്ഷെ എന്നെ സംസാരിക്കാൻ പഠിപ്പിച്ചത് കവളമുക്കട്ട LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പിള്ളമാഷാണ്. ആ പിള്ളമാഷ് പ്രസംഗം എഴുതി തന്ന് സ്റ്റേജിലേക്ക് വലിച്ചിട്ട് പ്രസംഗിക്കട എന്ന് പറഞ്ഞ് എന്നെ പ്രസംഗിപ്പിച്ച് പഠിച്ച ഒരു പിള്ളമാഷ്. മാഷോടുള്ള കടപ്പാട് മറക്കില്ല. പക്ഷേ മാഷ് ഇന്ന് ഭൂമിയിലില്ല, മരിച്ചുപോയി. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ശാന്ത ടീച്ചർ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് പുസ്തകത്തിൻ്റെ ഇടയിൽ മാജിക് പ്രാക്ടീസ് ചെയ്യാനുള്ള ചീട്ട് കൊണ്ടുപോകും. ബെഞ്ചിൻ്റെ അടിയിൽ വെച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ടീച്ചർ ഒരു ദിവസം അത് കണ്ടുപിടിച്ചു. എൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഇതറ കാണിക്കുന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാജിക് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. എണീക്കടാ, കാണിക്കടാ എന്ന് പറഞ്ഞു. ഞാൻ ആ മാജിക് കാണിച്ചു. സ്വാഭാവികമായിട്ടും അപ്പം എന്ത് ചെയ്യും, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. പക്ഷെ ടീച്ചർ കൈയടിച്ചു. ആ കയ്യടി കേട്ട് എൻ്റെ കൂട്ടുകാരെല്ലാം കൈയടിച്ചു. പിന്നെ 56 രാജ്യങ്ങളിൽ നിന്ന് ആ കയ്യടികൾ ഇങ്ങനെ കാലത്തോളം കേട്ടുകൊണ്ടേയിരുന്നു. ഇപ്പോഴും ഇതാ കേൾക്കുന്നു. നിർഭാഗ്യവശാൽ ആ ടീച്ചറും ഭൂമി വിട്ടുപോയി. പക്ഷേ പണ്ട് ഞാൻ ആ വിദ്യാലയത്തിൽ പോയിട്ട് ആ ടീച്ചേഴ്സിനെ വെച്ചുകൊണ്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. ഇറ്റ്സ് ലോങ് ബാക്ക്. ആ വീഡിയോ ഒന്ന് നിങ്ങൾ കാണിക്കാൻ പോകുന്നു. ആ വീഡിയോയ്ക്ക് മുമ്പ് എങ്ങനെ അതിന് മാജിക്കുമായിട്ട് കോർത്തിണക്കാം എന്നതിൻ്റെ ഭാഗമായിട്ട് ഈ അരുൺ മാഷിനെയും ഈ ലളിത ടീച്ചറെയും കൂട്ടി വെച്ചുകൊണ്ട് ഒരു മാജിക് കാണിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമാവുമല്ലോ. ആർ യു ഓക്കെ? പഴയ മാജിക്കിന്റെ സൗന്ദര്യമൊന്നും അല്ല ഇതിനകത്ത് ഉണ്ടാവുന്നത്. നേരെ മറിച്ച് അതിനകത്ത് ഒരുപാട് തീവ്രമായിട്ടുള്ള വേദനയുണ്ട്, അനുഭവമുണ്ട്, കടപ്പാടുണ്ട്, അധ്യാപകരുടെ കടപ്പാടുണ്ട്. അത് മാത്രമാണ് അതിന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അരുൺ മാഷും കൊണ്ടുവരും. പക്ഷേ ഇത് ഈ ഒരു പുസ്തകം രാജാ രവിവർമ്മയും ചിത്രകലയും എന്നുള്ള പുസ്തകമാണ്. പുസ്തകം ഒന്ന് മറിച്ച് നോക്കാം, അതിന്റെ താളുകൾ മറിച്ച് നോക്കാം, എത്ര പേജ് ഉണ്ടെന്ന് നോക്കാം. അതിലേക്കാണ് പോട്ടെ നോക്കാൻ ബുദ്ധിമുട്ട്. കാഴ്ച പ്രശ്നമില്ലല്ലോ. റിട്ടയർ ആയതുകൊണ്ടാണ് ചോദിച്ചത് ഞാൻ. അല്ല, എനിക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, മാഷിനോട് ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം സിമ്പിളാണ്. എത്ര പേജ് ഉണ്ടോ നോക്കി, ലാസ്റ്റ് പേജ് നോക്കി. ഇതിനകത്തെല്ലാം ചിത്രങ്ങളാണ്. ചിത്രങ്ങൾക്ക് മുമ്പുള്ള പേജ് ദിസ് വൺ 256. മാഷേ, ഞാൻ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ഇതിങ്ങനെ റിഫിൽ ചെയ്യുന്ന സമയത്ത് മാഷിന് എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് എന്ന് പറയാം. മാഷിന്റെ ചോയ്സ് ആണ്. എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് എന്ന് പറയാം. ആ സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് ഞാൻ നിർത്തി കഴിഞ്ഞതിന് ശേഷം മാഷ് ചെയ്യേണ്ടത് പേജ് നമ്പറും ആദ്യത്തെ സെന്റൻസിലെ ആദ്യത്തെ വാക്കും മനസ്സിൽ വിചാരിക്കും. ചുണ്ടനക്കരുത്, പറയരുത്, മനസ്സിൽ മാത്രം വിചാരിച്ചാൽ മതി. പേജ് നമ്പർ, ആദ്യത്തെ വാക്ക്. ക്ലിയർ ആയല്ലോ? അപ്പൊ എല്ലാ പേജിനകത്ത് മേളിൽ രാജാ രവിവർമ്മയും ചിത്രകല അതല്ല നോക്കേണ്ടത്. പേജ് നമ്പർ, ഫസ്റ്റ് സെന്റൻസിന് ഫസ്റ്റ് വേർഡ് ഒറ്റ വാക്ക്. ആർ യു റെഡി? ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാൻ, ഞാൻ ഈ ഭാഗം ഞാൻ നോക്കുന്നില്ല, മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കാർഡ് ഉപയോഗിക്കാം. യു ക്യാൻ സേ എനി വേർഡ് ടു സ്റ്റോപ്പ്. എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് എന്ന് പറഞ്ഞോളൂ. യുവർ ചോയ്സ്. ഓക്കെ, പെർഫെക്റ്റ്. ഞാൻ അവിടെ നിർത്തി. മാഷ് തുറക്കാൻ പോവാണ്. മാഷ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ പേജ് നമ്പർ ആൻഡ് ഫസ്റ്റ് വേർഡ് മാത്രം മനസ്സിൽ വിചാരിക്കാം. പേജ് നമ്പർ, ഫസ്റ്റ് വേർഡ്. ഇവിടെ പേജ് നമ്പർ, ഫസ്റ്റ് വേർഡ്. കിട്ടിയ മാഷിന്? കിട്ടിയല്ലോ. ഓക്കെ, എനിക്കറിയില്ല ഏത് പേജാണ് ഏത് മനസ്സിലായതെന്ന് വിചാരിച്ചതെന്നുള്ള കാര്യം. മാഷ് ഒരു കാര്യം ചെയ്യൂ, ഇതിനകത്ത് ആ പേജ് നമ്പറും ആ വാക്കും വലുതാക്കി എഴുതി വെച്ചോളൂ. കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് ഞങ്ങൾ ആരെയും കാണിക്കേണ്ട, വലുതാക്കി എഴുതി വെച്ചോളൂ. ലളിത ടീച്ചർ ഇങ്ങോട്ട് വരും. ടീച്ചർ സൈഡ്. ടീച്ചറെ, ഇതിനകത്ത് കുറെ ലോക നേതാക്കളുടെ പേരുണ്ട്. അതൊന്ന് വായിക്കണം. മൈക്കിൽ വായിച്ചോളൂ. മൈക്കിൽ വായിക്കും. എന്നോട് വേണം എഴുതിയ വായിച്ചോ. ഗാന്ധിജി. ഓക്കെ, നെക്സ്റ്റ്. മൈക്കിൽ വായിക്കും. നെഹ്റു. അടുത്തത് ബറാക് ഒബാമ. അടുത്തത് ടാഗോർ. അടുത്തത് വിൻസൻ ചർച്ചിൽ. അടുത്തത് മാർട്ടിൻ ലൂതർ കിങ്. ഓക്കെ, മാർട്ടിൻ ലൂതർ കിങ്. അപ്പൊ ഞാൻ ഇതിനകത്ത് കുറെ ലോക നേതാക്കളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ടീച്ചർ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഓപ്പൺ ചെയ്യാം. എവിടെ വേണമെങ്കിലും ഓപ്പൺ ചെയ്തോളൂ. ഒരു തന്നെ ഓപ്പൺ ചെയ്തോളൂ. ഞാൻ ഓപ്പൺ ചെയ്യണോ? ഓപ്പൺ ചെയ്തു. ഒരു പേര് കണ്ടോ? ആ പേര് ഇതിനകത്ത് വലുതാക്കി എഴുതി വെച്ചു. ആ പേരൊന്ന് കൊടുക്കാമോ? ബുക്ക് തന്നോ? ആ പേജ് മടക്കി വെച്ചാൽ കയ്യിൽ വെച്ചാൽ. അപ്പോഴേ ഇപ്പൊ സംഭവിച്ച കാര്യം നിങ്ങളോട് പറയാം. ഒരു പുസ്തകത്തിനകത്ത് ധാരാളം പേജ് നമ്പറുകൾ, ധാരാളം വാക്കുകൾ. അതിനകത്തുനിന്ന് ഒരു പേരും വാക്കുമാണ് അരുൺ മാഷ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ധാരാളം ലോക നേതാക്കളുടെ പേരുണ്ട്. അതിനകത്ത് ഒരു ലോക നേതാവിന്റെ പേരാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ അവിടെ വീഡിയോ ടീമിനോട് പറയുന്നത്, ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ടീച്ചർ എന്ന വീഡിയോ തന്നില്ലേ, ആ വീഡിയോ ഒന്ന് സ്ക്രീനിൽ പ്ലേ ചെയ്യാമോ? ഞാൻ നിങ്ങളോട് പിന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. അപ്പൊ അതിന് ഉത്തരം പറയണം പ്ലീസ്.
നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? കുറച്ച് മാറി സൈഡിലേക്ക് ഇരുന്ന് കാണാം. അച്ഛൻ നട്ട ഈ ആൽമരത്തിനരികിലേക്ക് നടന്നെടുക്കുമ്പോൾ ഞാൻ ഇന്നും ഒരു കുട്ടിയാണ്. പഠിപ്പിച്ച ഗുരുക്കന്മാരെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരാൽമരം പോലെ ഇന്നും എന്നിൽ പടർന്നു നിൽക്കുന്നു. ആദ്യ വിദ്യാലയത്തിന്റെ ആർദ്രമായ ഓർമ്മകൾ. കവളമുക്കട്ട ഗവൺമെന്റ് LP സ്കൂൾ. അറിവിന്റെ വാതായനങ്ങളിലേക്കുള്ള ആദ്യ ചുവടുകൾ. പിള്ളമാഷ് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചാനയിച്ച ആദ്യ ഗുരുനാഥൻ. അപ്പൊ എല്ലാവരും ഇനി ഒന്ന് എഴുതിക്കേ. ഗോപി വന്നേ. ഇതെന്താ ഇത്? ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ. കരുളായി ഹൈസ്കൂളിന്റെ മുറ്റത്തെ പൂത്തുലഞ്ഞ ഇലഞ്ഞിമരം പോലെ ഞാനും എന്റെ സ്വപ്നങ്ങളും. ആദ്യ വിജയം അമേരിക്കൻ ഉള്ളിൽ പ്രസിഡന്റായിട്ടായിരുന്നു. വിടരാൻ വിതുമ്പി നിൽക്കുന്ന വിസ്മയ സ്വപ്നങ്ങളെ ആദ്യം തിരിച്ചറിഞ്ഞത് എന്റെ ശാന്ത ടീച്ചറായിരുന്നു. ഗോപി നോക്കട്ടെ. പതിവ് ശാസനകൾക്ക് പകരം പ്രോത്സാഹനത്തിന്റെ കയ്യടികൾ ക്ലാസ്സിൽ മുഴങ്ങിയപ്പോൾ ഞാൻ എന്നിലെ ഇന്ദ്രജാലക്കാരനെ തിരിച്ചറിയുകയായിരുന്നു. ഓരോ പരാജയങ്ങളും വിജയത്തിലേക്കുള്ള കാൽവെപ്പുകളാണ് എന്ന ടീച്ചർ ഒരു മഹാന്റെ ജീവിത കഥാഭാഗം പഠിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഇന്നും എനിക്ക് ശക്തിയാണ്. ആ മഹാൻ മറ്റാരുമായിരുന്നില്ല. ഗോപി പറയൂ. എബ്രഹാം ലിങ്കൻ. ലൈറ്റ്